നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുടെ ഗുണഭോക്താക്കളെ കണ്ടെത്താനായില്ലെങ്കിൽ പുനഃപരീക്ഷയാണ് ഉചിതമെന്ന് സുപ്രീംകോടതി. ചോദ്യപേപ്പർ ചോർന്നെന്ന് സമ്മതിച്ച കേന്ദ്ര സർക്കാർ പരീക്ഷയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് വ്യക്തമാക്കി. കേസുകളുടെ തൽസ്ഥിതി റിപ്പോർട്ട് ഹാജരാക്കാൻ CBIക്ക് കോടതി നിർദ്ദേശം നൽകി. ഒരു കേന്ദ്രത്തിൽ മാത്രമാണ് ചോദ്യപേപ്പർ ചോർന്നതെന്ന് സുപ്രീംകോടതിയുടെ മുന്നിൽ ലഘൂകരിക്കാനായിരുന്നു NDAയുടെ വാദം. ഇങ്ങനെ പ്രയോജനം ലഭിച്ചവരുടെ ഫലം തടഞ്ഞുവെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വ്യക്തമാക്കി. ചീഫ് ജസ്റ്റിസ് ഇതിനെ അംഗീകരിച്ചില്ല. ചോദ്യപേപ്പർ ചോർത്തിയവർ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചോർച്ചയുടെ വ്യാപ്തി കൃത്യമായി ബോധ്യപ്പെടുത്തുക തന്നെ വേണമെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ചോദ്യപേപ്പർ ചോർന്നെന്ന് വ്യക്തമായിട്ടും അതിന്റെ വ്യാപ്തി കണ്ടെത്താനായോ എന്ന് കോടതി സർക്കാരിനോട് ചോദിച്ചു. ചോദ്യപേപ്പർ വിവിധ നഗരങ്ങളിലേക്ക് അയച്ചത് എങ്ങനെയാണെന്ന് അറിയിക്കണം. 2 സെറ്റ് ചോദ്യപേപ്പറും ഒരാൾ തന്നെയാണോ തയ്യാറാക്കിയതെന്നും വ്യക്തമാക്കണം. ചോർച്ചയുടെ വ്യാപ്തി മനസ്സിലാക്കിയ ശേഷം മാത്രമേ പുനഃപരിശോധന വേണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാനാകൂ. ചോദ്യം വ്യാപകമായി ചോർന്നെങ്കിൽ പുനഃപരിശോധനയാണ് ഉചിതം. വിഷയം അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ ചുമതലപ്പെടുത്തുന്നതിന്റെ സാധ്യതയും സുപ്രീംകോടതി ആരാഞ്ഞു. 2 പേരാണ് കുറ്റം ചെയ്തതെങ്കിൽ എല്ലാവരും പുനഃപരീക്ഷ എഴുതണമെന്ന് പറയാനാകില്ലെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. മറ്റു മാർഗമൊന്നും ഇല്ലെങ്കിൽ മാത്രമേ പരീക്ഷ റദ്ദാക്കുന്ന കാര്യം പരിഗണിക്കാനാകൂ. എന്ത് തീരുമാനിച്ചാലും 23 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിയെ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുമെന്നും കോടതി വ്യക്തമാക്കി. മെയ് 5 നടന്ന നീറ്റ് UG പരീക്ഷ സംബന്ധിച്ച് 38 ഹർജികളാണ് കോടതി പരിഗണിച്ചത്. പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദത്തിലും പുനഃപരീക്ഷ സംബന്ധിച്ചും നിലപാടറിയിക്കാൻ കേന്ദ്ര സർക്കാരിന് 1 ദിവസത്തെ സമയം സുപ്രീംകോടതി അനുവദിച്ചു. അഭിഭാഷകർ ഒരുമിച്ചിരുന്ന് വാദങ്ങൾ തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കണമെന്നും കുറച്ചുപേർക്ക് മാത്രമാണെങ്കിൽ പരിമിത രീതിയിൽ പുനഃപരീക്ഷ നടത്താമെന്നും സുപ്രീംകോടതി പറഞ്ഞു. രജിസ്റ്റർ ചെയ്ത 6 FIRകളുടെ തൽസ്ഥിതി റിപ്പോർട്ട് CBI സമർപ്പിക്കണം. ജൂലൈ 11 വ്യാഴാഴ്ച കേസ് വീണ്ടും സുപ്രീംകോടതി കേൾക്കും. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി.